നമ്മൾ വേഗം ദൈവവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. ദയവായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ ദയവായി വായിച്ചാലും. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. ഭാഗ്യം ഒരിക്കൽ കൂടി വായിക്കാം. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവന് ഉത്തരം പറഞ്ഞു. ദയവായി കണ്ണുകളൊന്ന് അടച്ചാട്ട്, അധരങ്ങളെല്ലാം ഒന്ന് തുറന്നാട്ട്, ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഈ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിച്ചാരംഭിച്ചിരിക്കുന്ന യോഗത്തിൻ്റെ പ്രഥമ ദിവസത്തിൽ തന്നെ ഈ അന്തരീക്ഷത്തെ കർത്താവിൻ്റെ ആത്മാവ് നിയന്ത്രിച്ച് തുടങ്ങാൻ, ഈ അന്തരീക്ഷത്തെ കർത്താവിൻ്റെ ആത്മാവ് ആമേൻ ഏറ്റെടുക്കുവാൻ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരമുയർത്തി ഉച്ചത്തിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകങ്ങളുടെ പ്രഥമ ഭാഗം സുവിശേഷങ്ങളാണ്. നമ്മൾ 27 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ സുവിശേഷത്തിൽ ബീജമായി വെളിപ്പെടുന്നവൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുകയും അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുന്നവൻ ലേഖനത്തിൽ ഉപദേശമാകുകയും ലേഖനത്തിൽ ഉപദേശമാകുന്നവൻ വെളിപ്പാട് പുസ്തകത്തിൽ യഥാവാനായി ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ യേശുക്രിസ്തു ഇന്നലെ ആര് എന്ന് നമ്മോട് പറയുകയും ലേഖനങ്ങളിലൂടെ യേശുക്രിസ്തു ഇന്നാര് എന്ന് നമ്മോട് പറയുകയും പ്രവചനത്തിലൂടെ ക്രിസ്തു നാളെയുടെ നീളയിൽ ആര് എന്ന് നമ്മോട് പറയുകയും ചെയ്യുന്ന ഒരവതരണ ശൈലി, അതാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ കേവലം 4 ജീവചരിത്രങ്ങൾ എന്ന ആശയത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭാപിതാവായ ഒറീഗൻ ഈ 4 സുവിശേഷങ്ങളെ 4 വശങ്ങളുള്ള സുവിശേഷം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവത്തിൻ്റെ കറയറ്റ കിടയറ്റ വ്യാഖ്യാനങ്ങളാണ് 4 സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്നത്. മത്തായി സുവിശേഷത്തിൽ അവിടുന്ന് മശിഹയാണ്, രാജാവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടുന്ന് ദാസനായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടുന്ന് മനുഷ്യപുത്രനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടുത്തെ സാക്ഷാൽ ദൈവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ വായിച്ചിട്ടുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളെയും വസ്തുതാപരമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സകലത്തെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ദൈവഭൃത്യൻ ഈ സുവിശേഷത്തെ ചമച്ചിരിക്കുകയാണ്. അതിൽ 17-ാമത്തെ വാക്യം, ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു ചോദ്യമാണ്. 2, അതിനുള്ള ഉത്തരമാണ്. എന്താണ് ചോദ്യം? ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന ചോദ്യത്തിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉത്തരം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന ചോദ്യത്തിനകത്ത് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളുണ്ട്.
അവര് ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പരീശന്മാരാകട്ടെ ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാർ അവിടുത്തെ ആത്മീക ആചാര്യന്മാരും, ശാസ്ത്രിമാരെന്ന് പറയുന്നത് അവിടുത്തെ സ്കോളേഴ്സുമാണ്. അവരാണ് ന്യായപ്രമാണത്തിന് അർത്ഥം വ്യാഖ്യാനിക്കുന്നത്, എന്താണ് എന്തല്ല എന്ന് ജനത്തോട് പറയുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൻ്റെ ചരിത്രത്താളുകളിൽ പ്രവാചകന്മാരുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഇങ്ങനൊരു രാജ്യത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം വെളിപ്പെടാൻ പോകുന്നെന്ന്. വിശേഷിച്ച് ദാനിയേൽ പ്രവചനത്തിലൊക്കെ ആ രാജ്യത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടാത്ത ഒരു രാജ്യം, ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം. വിശേഷിച്ച് യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ മസിയാനിക് കിങ്ഡം, മശിഹൈക രാജ്യത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം കാത്തിരുന്നത് ഇങ്ങനൊരു ദൈവരാജ്യം സ്ഥാപിതമാകുമെന്ന്. അതുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുന്നത്, ദൈവരാജ്യം എപ്പോൾ വരുന്നു? വാസ്തവത്തിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങനെ യഹൂദ ജനതയെല്ലാം യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലിക സംഘം പോലും പ്രതീക്ഷിച്ചിരുന്നത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ്. എന്തുകൊണ്ടാണ് അവരൊരു പൊളിറ്റിക്കൽ കിങ്ഡത്തെ പ്രതീക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഈ ബേത്ഫാഗയുടെ ഇറക്കം ഇറങ്ങി യെരുശലേമിലേക്ക് കർത്താവായ യേശുക്രിസ്തു ചെറുകഴുതക്കുട്ടിയുടെ പുറത്ത് പ്രവേശിക്കുമ്പോൾ അവർ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് ചിന്തിച്ചുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർ ചിന്തിക്കുകയാണ്. സ്തോത്രം. കാരണം അവരൊരു പൊളിറ്റിക്കൽ കിങ്ഡത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിലൊരു പ്രവചനമുണ്ട്. ഇതാ നിന്റെ രാജാവ് ഏകനായി കഴുതയുടെ പുറത്തും ചെറുകഴുതക്കുട്ടിയുടെ പുറത്തും വാഹനമേറി വരുന്നു. ഈ ഒരു പ്രവചനം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതിനാൽ ബേത്ഫാഗയുടെ ഇറക്കമിറങ്ങി ആ ചെറുകഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ആ പ്രവചനവുമായി അവർ കണക്ട് ചെയ്തിട്ട് ആ റോമൻ സാമ്രാജ്യത്തെ തകിടം മറിച്ചിട്ട് പീലാത്തോസിനെ ഇറക്കി വിട്ടിട്ട് യേശു സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം, അതാണ് അവർ ചിന്തിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ് അവർ പ്രതീക്ഷിച്ചത്. അത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനത് തെളിയിക്കാൻ വേണ്ടി 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 6-ാമത്തെ വാക്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കാലത്തിൽ സ്ഥാപിതമാകുന്ന ഒരു ഇസ്രായേലിൻ്റെ മശിഹൈക രാജ്യം, ഇത് അപ്പോസ്തോലിക സംഘം പ്രതീക്ഷിച്ചിരുന്നു, അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് 3 നാൾ ആകുന്നു എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പം നിശ്ചയമായിട്ടും അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു എന്ന് പറയുന്നതിനകത്ത് ആശ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ പൊയ്പോയി എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ക്ലിയറാണ്, അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഈ ശാസ്ത്രിമാർക്കും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലിക സംഘത്തിന് മാത്രമല്ല, ഈ ചിന്ത സാധാരണക്കാരായ ആളുകളുടെ അകത്ത് പോലും ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവളോട് ചോദിച്ച ചോദ്യം, നിനക്ക് എന്തു വേണം? ഉടനെ ഈ സ്ത്രീ യേശുവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? നിന്റെ രാജ്യത്തിൽ എൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ നിന്റെ വലത്തും ഒരുത്തനെ നിന്റെ ഇടത്തും ഇരുത്തണം. അപ്പോൾ അവർ പ്രതീക്ഷിച്ചതും യേശു സ്ഥാപിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ്. ഇനി അടുത്ത കാര്യം, അരിമത്യക്കാരൻ യോസഫിനെ കുറിച്ച് പറയുന്നത് ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്യക്കാരൻ യോസഫ് എന്നൊരു മന്ത്രി എന്നാണ്. അപ്പോൾ യോസഫ് കാത്തിരുന്നതും ഇങ്ങനെ ഒരു ദൈവരാജ്യത്തെയാണ്. ഇനിയും എന്തിനേറെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ സമീപെ ക്രൂശിക്കപ്പെട്ടവനായ കള്ളൻ
ഈ കള്ളൻ പോലും പ്രതീക്ഷിച്ചത് ദൈവരാജ്യത്തെയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കിടന്നിട്ട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണം. അപ്പോൾ അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അവിടെയാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ദൈവരാജ്യം ഇതാ അവിടെ എന്നും ഇതാ ഇവിടെ എന്നും പറയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവരാജ്യം എന്നുള്ള കൺസെപ്റ്റാണ് കർത്താവ് യേശു ക്രിസ്തു അവരുടെ മുൻപിൽ നിരത്തി വെക്കുന്നത്. ഞാൻ ഇനിയും ദൈവരാജ്യത്തിൻ്റെ ഇതര വിശദീകരണങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ ദൈവവചനത്തെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് തെയോക്രാറ്റിക് കിങ്ഡം എന്ന് പറയുന്നതാണ്. 2 സോറ്റീരിയോളജിക്കൽ കിങ്ഡം എന്ന് പറയുന്നതാണ്. 3 എസ്കറ്റോളജിക്കൽ കിങ്ഡം എന്ന് പറയുന്നതാണ്. ഈ 3 രാജ്യമാണ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ്. തെയോക്രാറ്റിക് കിങ്ഡം. തെയോക്രാറ്റിക് കിങ്ഡം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം തെയോക്രസി എന്താണെന്ന് അറിയണം. തെയോക്രസി എന്ന് പറയുമ്പോൾ ദൈവാധിപത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിലവിൽ 3 ടൈപ്പ് ഭരണ സംവിധാനങ്ങളാണ് ഉലക ചരിത്രത്തിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, ഡെമോക്രസി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന ഈ രാജ്യമാണ്. ഒന്നാമത്തെ ഭരണ സംവിധാനം ജനാധിപത്യമാണ്, ഡെമോക്രസി. 2ാമത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഏകാധിപത്യമാണ്, മൊണാർക്കി. 3ാമത്തെ ഭരണ സംവിധാനം സ്വേച്ഛാധിപത്യമാണ്, ഹൈറാർക്കി. അപ്പോൾ ഡെമോക്രസി, മൊണാർക്കി, ഹൈറാർക്കി, ഇങ്ങനെ 3 ഭരണ സംവിധാനങ്ങളാണ് ഉലക ചരിത്രത്തിലുള്ളത്. അപ്പോൾ തന്നെ മറ്റൊരു ഭരണ സംവിധാനം കൂടെ ഉണ്ട്, അതാണ് തെയോക്രസി, ദൈവാധിപത്യം. അപ്പം ദൈവം അധികാരം നടത്തുന്ന, ദൈവം രാജാവായിരിക്കുന്ന, ദൈവം ഭരിക്കുന്ന ആ ഭരണ സംവിധാനത്തെ, ആ ദൈവ രാജ്യത്തെ വിളിക്കാൻ കഴിയുന്ന പേരാണ് തെയോക്രാറ്റിക് കിങ്ഡം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ബൈബിൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്ക്, നല്ലതാണ് കേട്ടോ. നമ്മുടെ ആളുകൾ കൺവെൻഷൻ ഒന്നും വരുമ്പോൾ ബൈബിളും കൊണ്ട് വരത്തില്ല, വന്നാൽ തുറക്കുകയില്ല, തുറക്കേണ്ടത് തുറക്കുകയില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ശൈലി. ഇതൊന്നും തുറക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ചിലരൊക്കെ യോഗത്തിന് വരുന്ന ചിരിക്കാൻ വേണ്ടിയാണ്. ചിരിച്ച് എൻ്റെ ഇടപാട് തീർന്നെന്നാണ് പറയുന്നത്. ചിരിക്കാനുണ്ടെങ്കിൽ ആൾ തടിച്ചു കൂടും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡെന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പുസ്തകമൊക്കെ ഒന്ന് തുറക്കുകയും അത്യാവശ്യം ഒരു പേനയൊക്കെ ഉണ്ടെങ്കിൽ ആ പറയുന്ന വാക്യങ്ങളുടെ അടിയിൽ ഒന്ന് വരയ്ക്കുകയും ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതുകയൊക്കെ ചെയ്യുന്നത് ആത്മീകന് വളരെ ഭൂഷണമാണ്. കർത്താവ് നമ്മളെ ആ വിധത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സങ്കീർത്തനം 10:16 അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? യഹോവ എന്നേക്കും രാജാവാകുന്നു. ദൈവം രാജാവായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. അതാ ഞാൻ പറഞ്ഞത് തെയോക്രാറ്റിക് കിങ്ഡം. ഇനിയും സങ്കീർത്തനം 47-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം രാജാവായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. ഇനി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ രാജ്യത്വത്തോട് അവർ എതിർത്ത് നിൽപ്പാൻ ഭാവിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പം യഹോവ രാജാവാകുന്നു, സർവഭൂമിക്ക് മഹാരാജാവാകുന്നു, യഹോവയുടെ രാജ്യത്വം. ഈ 3 വാക്കുകളിലൂടെ ദൈവം ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച്, ദൈവം രാജാവായിരിക്കുന്ന ഒരു അധികാര സംവിധാനത്തെക്കുറിച്ച് നമുക്ക് സാമാന്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അത് കൃത്യമായി ബോധ്യമാകാൻ പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്നാൽ,
ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അപ്പം ദൈവം രാജാവാകുന്നെന്നും ദൈവം സർവഭൂമിക്കും രാജാവാകുന്നെന്നും ദൈവത്തിൻ്റെ രാജ്യത്വം എന്നൊക്കെ പറയുമ്പോൾ കേവലം അത് ആലങ്കാരിക പദപ്രയോഗങ്ങളൊന്നുമല്ല. ആലങ്കാരിക പ്രയോഗങ്ങൾ പലതും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് ആലങ്കാരിക പ്രയോഗമല്ല. അവിടെ അക്ഷരികമായി പറയുക, നിന്നെയല്ല ശമൂവേലെ അവർ ത്യജിച്ചിരിക്കുന്നത്, ഞാൻ അവരെ ഭരിക്കാതിരിക്കത്തക്കവണ്ണം അവർ എന്നെയാകുന്നു ത്യജിച്ചത്. അപ്പോൾ ദൈവം ജനത്തെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം ജനത്തെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്. നിങ്ങൾ ഈ പഴയ നിയമത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ ഒന്ന് പരിശോധിച്ച് ഈ ലീഡേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു കാലഘട്ടമുണ്ട്. ലീഡേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അന്നൊരു ലീഡറിൻ്റെ ആരാധനയില്ല. അന്നത്തെ ആരാധന വ്യക്തിപരമായി പോവുകയായിരുന്നു. പിന്നീട് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുവെന്നും പിന്നീട് നോഹ നീതിമാനായിരുന്നുവെന്നും ആ തലമുറയിൽ നോഹ വ്യത്യസ്തനായിരുന്നുവെന്നും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ദൈവം അബ്രഹാമിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇവിടെയെല്ലാം ആ വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഇടപാടും ഇടപെടലുകളുമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇസഹാക്ക്, പിന്നീട് യാക്കോബ്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം മോശയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒന്നാമത്തെ ലീഡർ എന്ന് പറയുന്നത്. ജനത്തെ നയിക്കുന്ന, ജനത്തെ ഭരിക്കുന്ന, ജനത്തിൻ്റെ മീതെ അധികാരം നടത്തുന്ന ഒന്നാമത്തെ ലീഡർ മോശയാണ്. മോശ മുഖാന്തരം ഈ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് ഈ ജനം പുറത്തേക്ക് വരികയാണ്. അതിനനന്തരം പിന്നത്തേതിൽ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ന്യായാധിപന്മാരുടെ ഒട്ടനവധി പേരുകൾ നമുക്ക് മനഃപ്പാടമാണ്. ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ചില സന്ദർഭത്തിൽ ഈ ന്യായാധിപന്മാർ പ്രവാചകന്മാരും കൂടെയായിരുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാർ ചിലർ ന്യായാധിപന്മാർ കൂടെയായിരുന്നു. അപ്പം ന്യായാധിപന്മാരിലൂടെ ദൈവം ഈ ജനത്തെ ഇങ്ങനെ ഭരിച്ചു വരികയാണ്. ദൈവത്തിൻ്റെ ഭരണ സംവിധാനം അങ്ങനെയാണ്. ദൈവം ഈ ജനത്തിൻ്റെ രാജാവായിരിക്കുകയും ന്യായാധിപന്മാർ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജനത്തെ നയിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം. ഇവിടെ പക്ഷേ ഇതിന് വൈരുദ്ധ്യമായി ജനം ഇപ്പം പറയുകയാണ്, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അവർ ചെന്ന് ശമൂവേലിനോട് പറയുകയാണ്. ശമൂവേലിന് ആ കാര്യം അനിഷ്ടമായി. ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവർ രാജാവിനെ അന്വേഷിക്കുന്നു. അവിടെയാണ് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, ശമൂവേലേ, അവർ പറയുന്നതെല്ലാം കേൾക്കാം. അവർ നിന്നെയല്ല ത്യജിച്ചിരിക്കുന്നത്, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചത്. അപ്പോൾ ദൈവമാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അക്ഷരികമായി ദൈവമാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി നിങ്ങൾ കേട്ടോണം. അവരുടെ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യുന്നത് ദൈവമാണ്. അവരെവിടെ പാർക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇതെല്ലാം ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവമാണ് ആലോചന കൊടുക്കുന്നത്. നമ്മൾ ഈ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച്, മേഘം നിൽക്കുമ്പോൾ അവർ കൂടാരം അടിക്കും, മേഘം പൊങ്ങുമ്പോൾ അവർ കൂടാരം എടുക്കും. അപ്പൊ അവരുടെ യാത്രയെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? അവരുടെ യാത്രയെ സെറ്റ് ചെയ്യുന്നത് ദൈവമാണ്. മേഘമാണ് അവരുടെ മുൻപിൽ വഴികാട്ടുന്നത്. ദൈവമാണ് ആ ജനത്തെ നയിക്കുന്നത്. എന്തും ഏതും അവർ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉറീമും തുമ്മീമും ഒക്കെ നമുക്കറിയാം. ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അവർ പറയുകയാണ്, ദൈവമല്ല ഞങ്ങളെ ഭരിക്കേണ്ടത്, ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇവിടെ ദൈവം പറയുകയാണ്, മോശെ അവരെന്നെയാണ് ത്യജിക്കുന്നത്, അതുകൊണ്ട് അവരുടെ അപേക്ഷ കേട്ടോ, അവർ പറയുന്നത് കേട്ടോ, അവർക്കൊരു രാജാവിനെ കൊടുക്കുക. നിങ്ങളോട് ഞാൻ വ്യക്തിപരമായ ഒരു ദൈവ ശബ്ദം പറയാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടെ നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ പോലും ദൈവം ആ അപേക്ഷ കേൾക്കും. നിങ്ങൾ കേട്ടില്ല, ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും നമ്മൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം ഉത്തരം തരും. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വില്ലിനെ കുറിച്ച്, ഹിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2 നിലകളിൽ തിരിച്ചറിയണം. ഒന്ന്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. 2, പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണമായ ഹിതമാണത്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം എന്ന് പറയുമ്പോൾ
ദൈവത്തിൻ്റെ അനാദികാല പദ്ധതിയിൽ ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് വിഭാവനം ചെയ്ത ദൈവത്തിൻ്റെ കരുതലുകളും ദൈവത്തിൻ്റെ പദ്ധതികളും ഉൾപ്പെടുന്നതാണ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അത് പല നിലകളിലുണ്ടാകാം. ചിലതൊക്കെ ദൈവം പ്ലാൻ ചെയ്യുന്നത് അങ്ങ് ലോകസ്ഥാപനത്തിന് മുൻപാണ്. നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. പോളച്ചാൻ എന്നോട് പറഞ്ഞിരിക്കുന്ന 10 മണി വരെ പ്രസംഗിക്കാമെന്ന്. എന്നാലും ഞാനൊരു 9:45 ആകുമ്പോഴത്തേനും നിർത്താം. കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലുണ്ട്. ചിലതൊക്കെ അങ്ങ് ലോകസ്ഥാപനത്തിൻ്റെ മുൻപിൽ തുടങ്ങുന്നതാണ്. ലോകസ്ഥാപനത്തിൻ്റെ മുൻപിൽ ഉണ്ടാകുന്ന പെർഫെക്റ്റ് വില്ലെന്താ? എഫേസ്യ ലേഖനം 1:4 നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാനതങ്ങ് പറഞ്ഞു പോകാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിൻ്റെ മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, അല്ലേ? അതാ പെർഫെക്റ്റ് വില്ല്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തത്. ലോകസ്ഥാപനത്തിന് മുൻപേ. ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഗാംഭീര്യമായിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. ഭൂമിക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുൻപ് ദൈവം നമ്മളെ കണ്ടു. ആ ബോധ്യം അകത്തുള്ളവര് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ട്. എന്നാ കണ്ടേ? ലോകസ്ഥാപനത്തിന് മുമ്പേ പെർഫെക്റ്റ് വില്ല് ചിലപ്പോൾ നമ്മളെക്കുറിച്ചുള്ളത് അവിടെ നിന്ന് ആരംഭിക്കും. ഇനി അതിൻ്റെ രണ്ടാമതൊരു ഘട്ടമുണ്ട്. അത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ജനിക്കുന്നതിന് മുൻപേ ഉള്ളതാണ്. അത് ഞാൻ 2-3 തെളിവുകൾ തരാം കേട്ടോ. യിരെമ്യാവിനോട് 3 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ നിയമിച്ചു. ഉരുവായിട്ടില്ല, പുറത്തു വന്നിട്ടില്ല, പക്ഷെ 3 കാര്യം ചെയ്തു: അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, നിയമിച്ചു. ഇനി റോമാലേഖനം 9:15 ശ്രദ്ധിച്ചേ. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ ഗുണമാകട്ടെ ദോഷമാകട്ടെ വല്ലതും ഡിലേ കട്ട് ചെയ്യാമോ? പാടും ഡിലേ ഇട്ടാൽ മതി, അല്ലാത്തപ്പോൾ റിവർബ് ഇട്ടാൽ മതി. താങ്ക് യു. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് ഗുണമാകട്ടെ ദോഷമാകട്ടെ വല്ലതും തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, ജനിച്ചിട്ടില്ല, ഗുണവും ദോഷം തിരഞ്ഞെടുത്തിട്ടില്ല, അതിനു മുൻപ് ദൈവത്തിൻ്റെ ഒരു ഹിതം ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇത് തന്നെ ചിലപ്പോൾ നമ്മൾ രക്ഷയിലേക്കൊക്കെ വരുമ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ പദ്ധതി, ഇതാണ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. നമ്മുടെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ദൈവം പ്ലാൻ ചെയ്യുന്ന നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ, പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ഇനി രണ്ടാമതൊരു ഹിതമുണ്ട്. അതാണ് നിർബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. അത് പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പദ്ധതി അല്ലാതെ നിർബന്ധത്താൽ ലഭിക്കുന്നതാണ്. ഞാനതിന് ബൈബിളിൽ നിന്ന് ഉദാഹരണങ്ങൾ പറയാം, നമ്മുടെ ഇടയിൽ നിന്നും പറയാം. ഈ ബിലയാം എന്ന് പറയുന്ന മെസപ്പൊത്തോമിയൻ പ്രശ്നക്കാരൻ ബാലാക്കിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ദൈവത്തോട് ചോദിച്ചു പൊക്കോട്ടെ എന്ന്. ദൈവം പറഞ്ഞു പോകണ്ടെന്ന്. അതാണ് പെർഫെക്റ്റ് വില്ല്. പക്ഷേ ഇവൻ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു പോക്കോളാൻ പറഞ്ഞു. മനസ്സിലാക്കുന്നുണ്ട്? ഇതാണ് പെർമിസീവ് വില്ല്. പെർഫെക്റ്റ് വില്ലിലാണ് പറഞ്ഞു പോകരുത്. പക്ഷെ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ പോകാൻ അനുവദിച്ചു. ഇനി ഇതിന്റെ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ പരാജയം വഴിയിൽ ദൂതനുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇടയിലുള്ള ഒരു സംഭവം പറയാം. ഞാൻ 2 മക്കളുടെ അപ്പനാണ്. നിങ്ങളിൽ പലരും മാതാപിതാക്കളാണ്. ഇത് നമ്മുടെ കൊച്ചുകളിൽ ഒരാൾക്ക് പനിയാണ്. പക്ഷേ ചെറുക്കൻ ഒരാഗ്രഹം, ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ അപ്പനും അമ്മയും കൂടെ മോനോട് പറഞ്ഞു, മോന് പനിയാണ്, ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ചാൽ ചുമ കൂടും, പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും, ആശുപത്രി പോകേണ്ടി വരും. ഇതെല്ലാം പറഞ്ഞിട്ടും ചെറുക്കന് മനസ്സിലാവുന്നില്ല. ചെറുക്കൻ പെതുക്കെ ഇങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഒടുവിൽ ഉരുണ്ട് കിടന്നങ്ങ് കരയുക. ഇങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കാൻ തുടങ്ങിയാൽ അപ്പൻ എന്തോ ചെയ്യും? മേടിച്ചു കൊടുക്കും. മിക്കവാറും പറയാൻ സാധ്യതയുള്ള കാര്യം പറയാം. ഐസ്ക്രീം മേടിച്ചു തരാം, തിന്നിട്ട് ഇവിടെങ്ങാനും കിടന്ന് ചുമച്ചാലാ. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കയ്യിൽ നിന്ന് നോക്കിയത്. പിന്നെ ആരാ പറയാത്തേ? ചുമച്ചാൽ അടി ഉറപ്പാ. ചുമക്കരുത്, മേടിച്ചു തരാം, ചുമക്കരുത്. അപ്പൊ അപ്പനും അമ്മയ്ക്കും അറിയാം ഇവൻ ഇത് മേടിച്ചു കൊടുക്കാൻ സമയമായിട്ടില്ല.
പക്ഷെ ഇവന് തിന്നേ പറ്റത്തുള്ളൂ. കണ്ടീഷൻ ഉണ്ട്, ചുമക്കരുത്. ഇത് തന്നെയാണ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മളങ്ങ് ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ദൈവം സമ്മതിക്കും. അതെന്നാന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ അപ്പനാണെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ദൈവം നമ്മുടെ അങ്ങനെ പറയുമ്പോൾ ചിലർക്കൊക്കെ സംശയം വരും, ദൈവം അപ്പനാണോ? അപ്പനാണ്. നമ്മുടെ അപ്പൻ്റെ മനസ്സ് ദൈവത്തിനുണ്ട്, അമ്മയുടെ ഹൃദയവും ദൈവത്തിനുണ്ട്. സ്തോത്രം. ഡി മൈനർ. അപ്പൻ്റെ ഹൃദയം അമ്മയുടെ ഹൃദയം ഒക്കെ ദൈവത്തിനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ പാടാറില്ലേ? അപ്പൻ്റെ സ്ഥാനത്താണ് കർത്താവ്, നമ്മുടെ അമ്മയുടെ സ്ഥാനത്താണ്. ആ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം അതുകൊണ്ട് പെർഫെക്റ്റ് വില്ലിൽ അല്ലെങ്കിൽ പോലും നമ്മൾ നിർബന്ധിച്ചാൽ ചിലത് ദൈവം ചെയ്തു തരും. അതിനൊരു നല്ല ഉദാഹരണമാണ്. രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ ഹിതമല്ല, അവരെന്നെ ത്യജിച്ചിട്ടാണ് ചോദിക്കുന്നത്, പക്ഷേ അവരുടെ അപേക്ഷ കേട്ടോ. സ്തോത്രം. അപ്പൊ ദൈവം അവരെ ഭരിക്കുക, അതാണ് തയോക്രാറ്റിക് കിങ്ഡം എന്ന് പറയുന്നത്. ദൈവം ഭരിക്കുന്നു. അക്ഷരികമായി ആ ജനതയെ ദൈവം ഭരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ദൈവരാജ്യത്തിന്റെ ചിന്ത, തയോക്രാറ്റിക് കിങ്ഡം. ഇനിയും അതിൻ്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. അതെന്താണ്? അത് സോറ്റീരിയോളജിക്കൽ കിങ്ഡമാണ്. സോറ്റീരിയോളജിക്കൽ കിങ്ഡം എന്ന് പറയുമ്പോൾ രക്ഷാകേന്ദ്രീകൃതമായ ദൈവരാജ്യം. അത് വാസ്തവത്തിൽ എന്താണ്? ഒരു വ്യക്തിയുടെ ആന്തരിക തലത്തിൽ ദൈവം അധികാരിയായി രാജാവായി ഇരിക്കുന്നതാണ് രക്ഷാകേന്ദ്രീകൃതമായ ദൈവരാജ്യം എന്ന് പറയുന്നത്. തെയോക്രാറ്റിക് കിങ്ഡത്തിന് ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി ഉണ്ട്, അതിനൊരു പ്രത്യേക ജനവിഭാഗവുമുണ്ട്. പക്ഷെ സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിനൊരു ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ല. ഹലോ, ഇവിടെ നേപ്പാളിൽ നിന്ന് വന്ന ആരാണ്ട് പാടി എന്ന് പറഞ്ഞായിരുന്നു. നേപ്പാളുകാരൻ ഇതിനകത്തുണ്ട്. ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ലെന്ന്. ഹലോ, ഇനി ഉഗാണ്ടക്കാരനുണ്ടെങ്കിലും അയാൾക്കും വരാമെന്ന്. ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ല. ഏത് ഭൂഖണ്ഡത്തിലും ഏത് രാജ്യത്തിലും പെട്ടവന് പ്രവേശിക്കാൻ പറ്റുന്ന ഒന്നാണ് സോറ്റീരിയോളജിക്കൽ കിങ്ഡം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഒരാമയും പറഞ്ഞാട്ടെ. ആർക്ക് വേണമെങ്കിലും വരാം. അതാണ് സോറ്റീരിയോളജിക്കൽ കിങ്ഡം. ഞാനത് വിശദീകരിച്ചോളാം. എൻ്റെ പ്രിയരെ, ഇതാണ് യേശു പ്രസംഗിച്ചത്. സ്തോത്രം. മത്തായി സുവിശേഷം 4:23 നോക്കിക്കേ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ യേശു പ്രസംഗിച്ചത് എന്താ? ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. ഹല്ലേലൂയ. കർത്താവിന് പ്രസംഗിക്കാനുള്ള പ്രസംഗ വിഷയം കിങ്ഡം ഓഫ് ഗോഡ് ആണ്, ദൈവരാജ്യം. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നമ്മുടെ ഇടയിൽ ഏറ്റവും കുറച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം ദൈവരാജ്യമാണ്. ബാക്കി എല്ലാം പ്രസംഗിക്കും. നമ്മളെല്ലാം ഇപ്പൊ പ്രസംഗിക്കുന്ന നിന്റെ രാജ്യമല്ല, എൻ്റെ രാജ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിയത്ത് പോലുമില്ല. യേശു പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യ. ഗലീലയെ ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിച്ചു. മത്തായി 9:35 നോക്കിയേ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗം മുഴുവൻ ദൈവരാജ്യ. അന്ന് ഈ ലൈവ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് സ്തോത്രം. എവിടെ ചെന്നാലും എൻ്റെ റജി സാറേ ലൈവ് ഇല്ലാത്ത ഒരു ഇടപാടില്ല. ഇതുപോലുള്ള വലിയ ക്യാമറ ഒന്നും ഇല്ലേലും ഒരു കൊച്ചു ഫോണും കൊണ്ടാണേലും ആരെങ്കിലും കാണും ലൈവ് ചെയ്യാൻ. കർത്താവിന് പ്രസംഗിക്കാൻ ഒറ്റ ടോപ്പിക്കാ. ഏതാ പറ? ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന ഒറ്റ കാര്യമാണ് ദൈവരാജ്യം. ഈ കർത്താവിൻ്റെ പ്രസംഗത്തിനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. നമ്മളീ പറയുന്ന പോലെ ചില യോഗത്തിനൊക്കെ ചെല്ലുമ്പോൾ 1 മണിക്കൂറുണ്ട്, മതിയോ? 1 മണിക്കൂർ എന്തോ ഒരു വലിയ സംഭവം പോലെയാണ്.
ബാക്കിയെല്ലാം പിന്നെ പ്രോഗ്രാംസാണ്. ഇന്നലെ എന്നെ കണ്ണൂരിൽ നിന്ന് ഒരാൾ വിളിച്ചു. ഈ വർഷം ഡിസംബർ 23 ഒരു മ്യൂസിക് നൈറ്റ്. അപ്പം ഞാനിവിടുന്ന് കണ്ണൂർ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഒരു 14 മണിക്കൂർ വൺ സൈഡ് യാത്രയാണ്, തിരിച്ചൊരു 14 മണിക്കൂർ, മൊത്തത്തിൽ ഒരു 28 മണിക്കൂർ. അപ്പോൾ എന്നോട് പുള്ളി പറയാണ്, ഒരു അരമണിക്കൂറേ പ്രസംഗിക്കാൻ കാണത്തുള്ളൂ, അരമണിക്കൂർ പ്രസംഗിക്കാൻ ഞാൻ 28 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത്, ഈ നമുക്കെല്ലാം പ്രോഗ്രാംസാണ്. പക്ഷെ യേശുവിൻ്റെ പ്രസംഗത്തിന് ഈ സമയമൊന്നുമില്ലായിരുന്നു. അവിടുത്തെ യോഗം തീർന്ന 3-ാം ദിവസമൊക്കെയാണ്. ഞാൻ അബദ്ധം വല്ലതും പറഞ്ഞു? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് 3-ാം ദിവസമൊക്കെ യോഗം തീർന്നേ. ഇനി കട്ടൻ കുടിക്കാൻ പോലും വിട്ടില്ല എന്നുള്ളതാണ്. അബദ്ധം പറഞ്ഞോ? ഇല്ല. കാരണം കൊച്ചിൻ്റെ കയ്യിൽ അമ്മ പൊതിഞ്ഞ് കൊടുത്തു വിട്ട 5 അപ്പം ഇപ്പോഴും ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുന്ന, പിള്ളേർ പോലും ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന ഒരന്തരീക്ഷമാണ്. എപ്പോഴും ഉറങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ യോഗം തീർന്നത് 3-ാം ദിവസമാണ്. 3-ാം ദിവസം യോഗം തീരുമ്പോഴും കൊച്ചിൻ്റെ കയ്യിൽ അമ്മ കൊടുത്തു വിട്ട ടിഫിൻ അതുപോലെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കൂട്ടായ്മയിലൊക്കെ പിള്ളേർ കണ്ടിട്ടില്ലേ, ഇങ്ങോട്ട് ചർച്ചിനകത്തോട്ട് വന്നിരുന്ന് 4 2 മുന്നോട്ട് നീട്ടി വെച്ചിട്ട് ആദ്യത്തെ പരിപാടി ടിഫിൻ എടുത്ത് സെൻറ്ററിലോട്ട് വെച്ചിട്ട് അതങ്ങ് തുറന്നങ്ങ് തിന്നുക. പിന്നെ അങ്ങ് കരച്ചിലും ബഹളവും അങ്ങോട്ടോടും നിങ്ങൾ. ശരിയാണോ? പക്ഷെ അവിടുത്തെ അന്തരീക്ഷം വേറെയാണ്. അപ്പം എന്താണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ ദൈവരാജ്യം പ്രസംഗിച്ചായി. ഇനിയും ദൈവരാജ്യം പ്രസംഗിച്ചതിനെ കുറിച്ച് വേറെ വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോ. മർക്കോസ് 14:25, ലൂക്കോസ് 9:11. ഇങ്ങനെ ദൈവരാജ്യം ലൂക്കോസ് 8:1. ഇവിടെ എല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചെന്ന് വായിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മത്തായി 6:10 പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എന്നാന്നറിയോ? നിന്റെ രാജ്യം വരണമേ. അപ്പം അതിനെന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രസംഗം മുഴുവൻ ദൈവരാജ്യം. വേറെ പ്രസംഗം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. യേശുവിനെ വിളിക്കുന്ന ഒരു പേരാ സർവജ്ഞാനി. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, പറ സർവജ്ഞാനി. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ പ്രവചന വിഷയം പ്രസംഗിക്കുന്നവരുണ്ട്, അവരതാ പ്രസംഗിക്കുന്നത്. ഇപ്പം എന്നെ വിളിച്ചിട്ട് പ്രവചന വിഷയം പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു സുവിശേഷ പ്രസംഗം നടത്താൻ പറഞ്ഞാൽ ഞാനും പ്രസംഗിക്കും. ആ പ്രവചന വിഷയം കേൾക്കണമെങ്കിൽ സാജു ജാത്തൻ്റെ ഒരു പാസ്റ്ററെയോ തോമസ് മാമൻ പാസ്റ്ററെയോ ഒക്കെ വിളിക്കണം, അവർ വന്ന് പ്രസംഗിച്ചോളും. ഞങ്ങളെ വിളിക്കുന്നത് അത് പറയാൻ വേണ്ടിയല്ല, ഞങ്ങളെ വിളിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. സ്തോത്രം. ഇനി കുറച്ചുകൂടെ രസകരമായിട്ടൊക്കെ പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്, എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു, അങ്ങനെ പ്രസംഗിക്കുന്നു. അവർക്ക് അത് അറിയാം. എന്നോട് പറയുകയാണ് 10 കോമഡി പറഞ്ഞേക്കണം കേട്ടോ, എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ കോമഡി പറഞ്ഞാൽ നിങ്ങൾ കരയും. ഓരോരുത്തർക്കും ഓരോ വിളിയാണ്. പക്ഷെ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊന്നും അല്ലെന്ന്. യേശു സർവജ്ഞാനിയാണ്. കർത്താവിന് എന്തു വേണമെങ്കിലും പ്രസംഗിക്കരുതോ, പക്ഷേ അവിടുന്ന് പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നിന്റെ രാജ്യം വരണമെന്ന്. എന്താ കാരണം? അത്ര പ്രാധാന്യതയാണ് ഈ ദൈവരാജ്യം. അപ്പൊ എന്താണ് കർത്താവ്? ദൈവരാജ്യം മനുഷ്യരുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഭരണമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഞാൻ ഇന്ത്യൻ പൗരനാണ്, പക്ഷെ വേറൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം. അതുമാത്രമല്ല, അവിടെ ചെന്നാൽ അവിടുത്തെ ഇമിഗ്രേഷനും ക്ലിയർ ചെയ്യണം. എൻ്റെ പ്രിയരെ, ഇതേ ക്രമത്തിൽ ഈ രാജ്യത്തിൽ ജീവിക്കുന്നവൻ, ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തിലല്ല, കൊലോസ്യർ 1:13 ഉദ്ദേശിക്കുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് ചേഞ്ച് ആകാനുള്ള ഒരൊറ്റ മാർഗം, അത് വീണ്ടും ജനനമാണ്. ദൈവരാജ്യം വേണോ? വീണ്ടും ജനിക്കണം. രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യം വേണോ? വീണ്ടും ജനിക്കണം. അത് യോഹന്നാൻ 3:3, 3:5 ആ വാക്യം എടുത്തു വെച്ച് നോക്കേണ്ടത് കേട്ടോ.
ഈ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ലെന്നും പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ലെന്നും രണ്ട് വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. നിക്കോദിമോസേ, നീ ന്യായപ്രമാണത്തെ കമ്പോട് കമ്പ് പഠിച്ച ഭക്ത പരീശനാ. പക്ഷേ നീ ഭക്ത പരീശനാണെങ്കിലും വന്യ വയോധികനാണെങ്കിലും ദൈവരാജ്യം വേണോ, നീ വീണ്ടും ജനിച്ചേ പറ്റൂ. രാമൻ പറഞ്ഞാട്ടെ. നിക്കോദിമോസിനെ നല്ല ഭംഗിയായിട്ട് വിവേചിക്കാൻ അറിയാവുന്നവൻ്റെ മുൻപിലാണ് യേശു നിൽക്കുന്നത്. നിക്കോദിമോസിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നത് എല്ലാം ശരിയാ. നീ ഒരു നല്ല മനുഷ്യനാ, ഭക്തപരീശനാ, വന്യമയോധികനാ, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഒരു കുറവുണ്ട്, നീ വീണ്ടും ജനിക്കണം. എന്നാൽ മാത്രമേ ദൈവരാജ്യം കാണാൻ കഴിയത്തുള്ളൂ, ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുള്ളൂ. നിക്കോദിമോസ് വീണ്ടും ജനിച്ചെങ്കിലേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുള്ളൂ എന്നതാണ് സ്ഥിതിയെങ്കിൽ ഇന്ന് രാത്രി കൊല്ലകടവിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പാർക്കുന്ന നമ്മുടെ കാര്യം പറയാനുണ്ടാവും. നിർഭാഗ്യവശാൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പലർക്കും യാതൊരുവിധ ധാരണയുമില്ല. സത്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റ് മണി പറയും. ഞാൻ 4ാം തലമുറ പെന്തക്കോസുകാരനാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മച്ചിയാണ് രക്ഷിക്കപ്പെട്ടത്. അന്ന് എൻ്റെ വല്യമ്മച്ചി രക്ഷിക്കപ്പെടുമ്പോൾ 1.5 വയസ്സ് പ്രായം ഒക്കത്തെടുത്തുകൊണ്ട് പോയാണ് അമ്മച്ചി പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എൻ്റെ വല്യപ്പച്ചൻ 92ാമത്തെ വയസ്സിലാണ് മരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായി. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ പെന്തക്കോസ് വന്നിട്ട് എത്ര കാലമായെന്ന്. അപ്പം അങ്ങനെ 4ാം തലമുറക്കാരനായി പെന്തക്കോസ്തിനകത്ത് ജനിച്ചയാളാണ് ഞാൻ. സൺഡേ സ്കൂളൊക്കെ പഠിച്ച് കൂട്ടായ്മകളിലൊക്കെ കൂടി കൊട്ടിയും പാടിയും അങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്കുള്ള വിളി മനസ്സിലാക്കി ഞാൻ ബൈബിൾ കോളേജിലെത്തി കേട്ടോ. അവിടെ 3 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന്. ഹലോ, സത്യമാണ്. നിങ്ങളെ എന്നെ കണ്ടിട്ട് ഒരു അത്ഭുതം പോലെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പലരും വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. സ്തോത്രം. ഞാൻ വിശദീകരിച്ചോളാം. 1997 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം കഞ്ഞിക്കുഴി മുനിസിപ്പൽ മൈതാനത്ത് പാസ്റ്റർ രാജുമേത്രയുടെ പ്രസംഗം കേൾക്കാൻ പോയതാ. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വിഷയം വീണ്ടും ജനനം. ആ പ്രസംഗം കേട്ടോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന്. സ്നാനമല്ല വീണ്ടും ജനനം കേട്ടോ. വെള്ളം ധരിക്കുന്നതല്ല വീണ്ടും ജനനം. മീശവർജനമല്ല വീണ്ടും ജനനം. കൈയടിക്കുന്നതല്ല വീണ്ടും ജനനം. പാട്ടുപാടുന്നതല്ല വീണ്ടും ജനനം. ഈവൻ പ്രസംഗിക്കുന്നത് പോലുമല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം വേറിട്ടൊരനുഭവമാണ്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സുഹൃത്തെ ദൈവരാജ്യത്തിൻ്റെ ഗേറ്റിൽ പോലും ചെല്ലാൻ പറ്റത്തില്ല. ഒരാമയം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കാണാനും കഴിയത്തില്ല, കടക്കാനും കഴിയത്തില്ല. കണ്ടിട്ട് വേണ്ടേ കടക്കാൻ. ആ വാക്ക് നിങ്ങൾ നോക്കാം. 3-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയത്തില്ലെന്ന്. 3 ആരെങ്കിലും ഒന്ന് വായിച്ചോ, എന്നാലും അറിയാലോ. കാണാൻ കഴിയത്തില്ല, കണ്ടിട്ട് വേണ്ട കടക്കാൻ. 5-ാമത്തെ വാക്യത്തില കടപ്പാൻ കഴിയത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല പ്രിയരെ. ഇന്ന് രാത്രി ഈ കർത്താവ് എനിക്ക് തരുന്ന നിയോഗത്തിനകത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യത്തിൽ കടക്കണോ? ഒറ്റ മാർഗമേ ഉള്ളൂ, 1 മാർഗമില്ല. അത് വീണ്ടും ജനനമാണ്. ഹല്ലേലൂയ. സ്വോത്രം. എന്താ പേര്? ശ്യാമ. എന്തോ ചെയ്യുന്നു? 9th പഠിക്കുന്നു. കല്യാണം കഴിച്ചാണോ? പുള്ളിയോട് കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒറ്റ വാക്ക് പറഞ്ഞു അല്ലെന്ന്. ഇതുപോലെ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ ആണെന്ന് പറയാൻ പറ്റണം. അല്ല, വീണ്ടും ജനിച്ചതാണെന്ന് പാസ്റ്ററോടൊന്ന് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്ന് പറയുകയാണെങ്കിൽ തീർന്ന ഇടപാട്. ഹലോ, അച്ഛാ വീണ്ടും ജനിച്ചതാണോ? അല്ലെങ്കിൽ നല്ല അടക്കമൊക്കെ കിട്ടും, പക്ഷെ മേളിലോട്ട് പോകത്തില്ല കേട്ടോ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നേ. വീണ്ടും ജനിക്കണം കേട്ടോ ദൈവരാജ്യ പ്രവേശനത്തിന്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള മിനിമം യോഗ്യത വീണ്ടും ജനനമാണ്. ആമേൻ. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ അറിയണം. ഈ ദൈവരാജ്യത്തിൻ്റെ
തുടർമാനമായുള്ള ജീവിതത്തിന് സ്നാനം ഒരാവശ്യമാണ്. അത് മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 8:12 നോക്കിക്കോ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു. ഫിലിപ്പോസിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യ. ആ ദൈവരാജ്യത്തെ കുറിച്ച് അവർ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു. ദൈവരാജ്യ പ്രവേശനം വീണ്ടും ജനനത്താലാണെങ്കിലും ദൈവരാജ്യത്തിൽ തുടരുന്നവൻ സ്നാനത്തിലേക്ക് വരണം. അത് അത്യാവശ്യമാണ്. ഒരാമയും പറഞ്ഞാട്ട്. പോരാ പോരാ, ശബ്ദം ഉയർത്തി എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയ. അപ്പോ കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കാല് വെച്ച് നിൽക്കുന്നത് പോലെ, ഈ മുറ്റത്ത് നിങ്ങൾ ഈ ചെയറിൽ ഇരിക്കുന്നത് പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം അങ്ങനെ മെറ്റീരിയൽ അല്ല. യേശു അതാ പറഞ്ഞ്, എൻ്റെ രാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഹല്ലേലൂയ. ദൈവരാജ്യം ഐഹികമല്ല. യോഹന്നാൻ 18:36 നോക്ക്. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. മിലിറ്ററി ഇല്ലാത്തതാണ് ദൈവരാജ്യം. പോലീസ് ഇല്ലാത്തതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ക്രിമിനലുകളില്ല കേട്ടോ. സ്തോത്രം. യേശുവിന്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മീകമാണ്. അതാ പറഞ്ഞ്, കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും ദൈവരാജ്യത്തെ കുറിച്ച് പറയത്തില്ല. പിന്നെ എന്താ ദൈവരാജ്യം? നിങ്ങൾ റോമാലേഖനത്തിലേക്ക് വാ. 14:17 വരുമ്പോൾ പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവുമല്ല, ദൈവരാജ്യം പാനീയവുമല്ല. അർത്ഥാൽ ദൈവരാജ്യം മെറ്റീരിയൽ അല്ല. ദൈവരാജ്യം മെറ്റീരിയൽ അല്ല. ആ വെള്ളം ഇങ്ങനെ, ഇതിന് നിറമുണ്ടോ? ഇതിന് നിറമുണ്ടോ? സംശയമുണ്ടോ? ഇതിന് നിറമുണ്ടോ? പറ, ഇതിന് നിറമുണ്ടോ? ഇല്ല. ഇതിന് മണമുണ്ടോ? വെള്ളത്തിന് മണമുണ്ടോ? ഇല്ല. വെള്ളത്തിന് രുചിയുണ്ടോ? ഉണ്ടോ? എന്നാ രുചി? പുളിക്കുന്നുണ്ടോ? മധുരിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? എന്നാ രുചി? വെള്ളത്തിന് രുചിയില്ല, വെള്ളത്തിന് മണവുമില്ല, വെള്ളത്തിന് നിറവില്ല. പക്ഷെ കാണാൻ പറ്റുമോ? ഇതാ പറയുന്നത്, ദൈവരാജ്യം പാനീയമല്ല. അപ്പോൾ തന്നെ പറയും, ദൈവരാജ്യം ഭക്ഷണമല്ല. പാനീയം കാണാം, ഭക്ഷണം കാണാം, ദൈവരാജ്യം അതല്ല. പിന്നെന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം നീതിയാണ്, സമാധാനമാണ്. ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവരാജ്യം നീതിയാണെന്ന് പറഞ്ഞാൽ എന്നാ നീതി? എന്നോടൊപ്പം പറയണം, എന്നാ നീതി? ദൈവരാജ്യം നീതിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് നീതിയൊന്നുമല്ല. ദൈവരാജ്യം നീതിയാണെന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. അത് വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ 16:8 പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനെ വ്യാഖ്യാനിക്കുക, അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചു. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കിയോ, അങ്ങനെയാണോ നോക്കിയോ? അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചു. അപ്പോൾ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് ആർക്ക്? വിശ്വസിക്കാത്തവർക്ക്. അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചു. നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചു. അപ്പൊ വിശ്വസിക്കാത്തവന് പാപത്തെക്കുറിച്ചും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നീതിയെക്കുറിച്ചുമാണ് ബോധം വരുത്തുന്നത്. മനോജ് മാസ്റ്റർ ഒരു ഫോൺ എന്തോ സാറേ, ഫോണ് ഞാൻ ഉദാഹരണം പറയാമേ. പ്രൈസ് സാറിൻ്റെ ഫോണാണ്. ഈ ഫോൺ ഇവിടെ ഇരിക്കുക. നീതി എന്തോ എന്ന് പറയാൻ പോവാ, നീതിബോധവും പാപബോധവും എന്താന്ന് പറയാൻ പോവാ. അപ്പോൾ ഈ ഫോൺ ഇവിടെ ഇരിക്കുക. സ്റ്റേജിൽ ആരുമില്ല, ഞങ്ങളെല്ലാവരും പോയി. ഗ്രൗണ്ടിൽ ആരുമില്ല, എല്ലാവരും പോയി. പക്ഷെ ഫോൺ ഇവിടെ ഉണ്ട്. ഒരാൾ പെട്ടെന്ന് കയറി വന്നു, ഈ ഫോൺ കണ്ടുപോയി എടുത്തു നോക്കി. ഐഫോൺ ആണല്ലോ, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അടിച്ചു മാറ്റിയാലോ എന്ന് ചിന്തിച്ചു. പുള്ളി അടിച്ചു മാറ്റി കൊണ്ടങ്ങ് വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പുള്ളിക്ക് ഒരു സമാധാനമില്ല. പുള്ളിയുടെ അകത്ത് തോന്നുക മോശമായി പോയി, ഫോൺ എടുത്തോണ്ട് പോകണ്ടായിരുന്നു. ഇതാ പാപബോധം. ഇനി നീതിബോധം എന്താണെന്ന് പറയാം. ഈ സെയിം ഫോൺ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരുത്തൻ ഇത് കണ്ടു, എടുത്താലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തിരുന്ന് നീതി പറയുക, അതിൻ്റെ ഉടമസ്ഥൻ വേറെയാ, നീ അതെടുക്കണ്ട, അതിൻ്റെ ഉടമസ്ഥൻ വന്നത് എടുത്തോളും. ഈ ചിന്തയാണ് നീതിബോധം. ഒന്നുകൂടെ പറയാം, പാപബോധം പാപം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. നീതിബോധം പാപം ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാകേണ്ടതാണ്. കേൾക്കുന്നു? സത്യത്തിൽ പാപമോചനം പ്രാപിച്ചവന് പാപബോധമല്ല ഉണ്ടാകേണ്ടത്. പാപബോധം രക്ഷിക്കപ്പെട്ടവന്, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവന് നീതിബോധമാണ് ഉണ്ടാകേണ്ടത്. കേട്ടെന്ന് എൻ്റെ ചിന്ത. വീണ്ടും ജനിച്ചവന് പാപബോധമല്ല വേണ്ടത്. ഏതാ വേണ്ടേ? പാപബോധം ഉണ്ടായാൽ പാപം ചെയ്യുന്നെന്ന് അതിൻ്റെ അർത്ഥം. നീതിബോധം ഉണ്ടെങ്കിൽ അവന് പാപം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? കാരണം അവന് നുണ പറയാൻ പറ്റത്തില്ല. നുണ പറയാൻ വാ തുറക്കുമ്പോൾ നീതി അവനോട് പറയരുതെന്ന്. സ്തോത്രം. അവന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീതി അവനോട് സംസാരിക്കും. അപ്പം ദൈവരാജ്യം നീതിയാണെന്ന് പറഞ്ഞാൽ അത് ഈ നീതിയുമായി വേണം കണക്ട് ചെയ്യാൻ. ദൈവരാജ്യം നീതിയാണ്, ദൈവരാജ്യം സമാധാനമാണ്. ഞാൻ നിങ്ങളോട് പറയാം, പ്രശ്നരഹിതമായ ജീവിതമാണ് ദൈവരാജ്യം എന്ന് ചിന്തിക്കരുത്. ദൈവരാജ്യം പ്രശ്നരഹിതമായ ജീവിതമല്ല. ഹല്ലേലൂയ. ആത്മീക ജീവിതം പ്രശ്നരഹിതമാണെന്ന് ആരും ചിന്തിക്കരുത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഹല്ലേലൂയ. തീ വരത്തില്ലെന്ന് പറയുന്നില്ല, തീ വരും, പക്ഷെ നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളം വരത്തില്ലെന്ന് പറഞ്ഞില്ല, വെള്ളം വരും, പക്ഷെ നിന്നെ മുക്കത്തില്ല. നദി വരത്തില്ല എന്ന് പറയുന്നില്ല, നദി വരും, പക്ഷെ നിന്റെ മേലെ കവിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നമില്ല എന്നുള്ളതല്ല സമാധാനം. എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അതിൻ്റെ നടുവിൽ ഒന്നും ബാധിക്കാത്തതുപോലെ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന മനസ്സിന്റെ സ്വസ്ഥതയാണ് സമാധാനം എന്ന് പറയുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഞാനത് അല്പം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് ഇട്ടേക്കുക, നാളെ തല വെട്ടാനിരിക്കുക, നന്നാല് ചേവകരുടെ ഇടയിലാണ് കിടന്ന് ഈ കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക. പത്രോസേ, നാളെ തലവെട്ടാനിരിക്കുകയല്ലേ? അതെ, പിന്നെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? അതിൻ്റെ പേരാ സമാധാനം. നാളെ തലവെട്ടുമെന്നുള്ളത് സത്യമാണെങ്കിലും ആ സമയത്തും കൂർക്കം വലിച്ച് ഉറങ്ങത്തക്ക വിധത്തിൽ ഈ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ശാന്തതയുടെ പേരാ സമാധാനം. ഒരാമയും പറഞ്ഞാട്ട്. എൻ്റെ പ്രിയരെ, ഇതാണ് സമാധാനം. ദൈവരാജ്യം നീതിയാണ്, സമാധാനമാണ്. പിന്നീട് പറഞ്ഞു, ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഇതാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവരാജ്യം കാണാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ്. ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒരുമിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യം. യേശു പ്രസംഗിച്ചത് ഈ ദൈവരാജ്യ, മനുഷ്യരുടെ അകത്തുണ്ടാകുന്ന ദൈവിക ഭരണം. എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? റോമാലേഖനം 10 അന്വേഷിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അർപ്പണങ്ങളിലൂടെ, തർപ്പണങ്ങളിലൂടെ, യാഗങ്ങളിലൂടെ, യോഗങ്ങളിലൂടെ, കർമ്മകാണ്ഡങ്ങളിലൂടെ ഒന്നുമല്ല രക്ഷ ഒരുവനിൽ സംഭവിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുന്നതിലൂടെയാണ്. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുന്നു. അങ്ങനെയാണ് രക്ഷയിലേക്ക് ഒരുവൻ വരുന്നത്. അതിൽ ആ കർത്താവെന്ന വാക്ക് ഈ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നിന്ന് കണക്ട് ചെയ്ത് പറയാം. എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞേ, കർത്താവ്. പറ ഉച്ചത്തിൽ പറ, ഒന്നിച്ചൊന്ന് പറഞ്ഞേ. എന്നാ? ദൈവരാജ്യത്തിൽ ആമേൻ, കർത്താവ് എന്ന വാക്കിന് വളരെ പ്രാധാന്യതയുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞാൽ കുരിയോസ്, കുരിയാക്കോൺ, ഈ ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. കുരിയോസ് എന്ന് പറയുമ്പോൾ യജമാനൻ, ഉടമസ്ഥൻ, അധികാരി, ഭരിക്കുന്നവൻ, രാജാവ് എന്നൊക്കെയാണ്. യേശു ആണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? യേശു ആണ് എന്നെ ഭരിക്കുന്നവൻ, യേശു ആണ് എൻ്റെ യജമാനൻ, യേശു ആണ് എൻ്റെ ഉടമസ്ഥൻ.
യേശുവാണ് എൻ്റെ രാജാവ്. ഒരാമേൻ പറഞ്ഞാട്ടെ. യേശു. നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുവേ എന്നിൽ രാജാവായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിനെ ആ വിധത്തിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ കർത്താവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തുള്ളൂ കേട്ടോ. സഭയുടെ ഉടമസ്ഥൻ കർത്താവാണെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. ഞാൻ മുട്ടുക എവിടെ? വാതിക്കൽ നിന്ന്. ഏതിൻ്റെ വാതിക്കൽ? സഭയുടെ വാതിക്കൽ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. തുറന്നു കൊടുത്താലേ കർത്താവ് വരത്തുള്ളൂ. അതുപോലെയാ സങ്കീർത്തനം 24 പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. വാതിലുകൾ തലകളെ ഉയർത്തിയാൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും. ഇത് മറക്കരുത്. രാജാവിനോട് പറയണം, എന്നെ ഭരിക്കാൻ. നമ്മുടെ തലമുറകളെ ഭരിക്കേണ്ടത് യേശു എന്ന രാജാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഞ്ചാവും മദ്യവും മയക്കുമരുന്നുമല്ല തലമുറകളിൽ വാഴേണ്ടത് യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും, യേശുവേ അങ്ങനിൽ രാജാവായിട്ട് വാഴണമേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രസംഗം നിർത്തുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണെല്ലാം ഒന്നടച്ച്, എല്ലാം ഒന്നടച്ച്, ഒരു മിനിറ്റത്തേക്ക് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ അങ്ങനിൽ രാജാവായി വാഴണമേ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. വാ തുറന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായിട്ട് നിങ്ങൾ ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങൾ മൗനമാകരുത്. കണ്ണടച്ച് അതിരം തുറന്ന് പ്രാർത്ഥിച്ചു. അത് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത റജി സാറിന് വേണ്ടിയല്ല, ഇന്ന് പ്രസംഗിക്കുന്ന എനിക്ക് വേണ്ടിയല്ല, ഇന്നത്തെ അധ്യക്ഷൻ പാസ്റ്റർ മനോജ് വർഗീസിന് വേണ്ടിയല്ല. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ തലമുറയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ, എൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ, എൻ്റെ ഭൗതിക അനുഭവങ്ങളിൽ യേശുവേ അങ്ങ് രാജാവായി വാഴണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാണ്, യേശു രാജാവായി വാഴട്ടെ. ജീസസ്. ഞാൻ അതിനൊരു നല്ല എക്സാമ്പിൾ പറയാം. ഈ കർത്താവ് രാജാവാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ഈ തമ്പിയുടെ ഹൃദയം എന്നും പറഞ്ഞ ഒരു ട്രാക്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുള്ളവരെ കൈയൊന്നും നോക്കിക്കുക. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. പിള്ളേരൊന്നും കാണാൻ സാധ്യമില്ല, കാരണം ഇപ്പോൾ അതില്ല. എവിടെയെങ്കിലും പഴയ കോപ്പിയോ എല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ തമ്പിയുടെ ഹൃദയത്തിലൊരു ഹൃദയം എന്ന് പറയുന്ന ബുക്ക്ലെറ്റിൽ ഒരു ചെറിയ ഒരു ഹൃദയത്തിൻ്റെ പടമുണ്ട്. അതിൽ 1ാമത്തെ പേജ് മറിക്കുമ്പോൾ തമ്പിയുടെ ഹൃദയത്തിൽ കുറേ ജീവികൾ, മയിൽ, പാമ്പ്, കടുവ, ആമ, തവള, ഇങ്ങനെ കുറേ സാധനങ്ങൾ അല്ലേ. 2ാമത്തെ പേജ് മറിക്കുമ്പോൾ ആ തമ്പിയുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രാവ് ഇറങ്ങി വരിക. ആ പ്രാവ് ഇറങ്ങി വരുമ്പോൾ തമ്പിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മയിലും പാമ്പും കടുവയും ആമയും ഈ തവളയെല്ലാം അങ്ങ് പുറത്തോട്ട് പോവുക. സത്യത്തിൽ ദൈവരാജ്യം വരുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ട്. സകല ഭൂതങ്ങളും സകല പൈശാചിക ആധിപത്യങ്ങളും സകല പാരമ്പര്യങ്ങളും അതിൻ്റെ കെട്ടുകളും ആധിപത്യങ്ങളും പുറത്ത് പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ വെളിപ്പാടിനകത്ത് വേണം ഇരിക്കാൻ കേട്ടോ. നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ് ശരിക്കും വാഴുന്നതെങ്കിൽ, നിങ്ങൾ യേശു രാജാവായി വാഴുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞോ, അവിടുന്ന് രാജാവായി എഴുന്നള്ളി വന്നാൽ ഒരു ദുർഭൂത മണ്ഡലത്തിനും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കല്ലറകളിൽ കിടക്കുന്ന, ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പറ്റാത്ത ഗദരന്യരുടെ ദേശത്തെ ഭൂതഗ്രസ്തൻ യേശു പടകിറങ്ങിയപ്പോൾ ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഹല്ലേലൂയ. നീ ആരാന്നറിയാൻ ഞങ്ങളെ സമയത്തിന് മുന്നേ ദണ്ണിപ്പിക്കുവാൻ വന്നുവോ? ഇന്ന് രാത്രി നന്നായിട്ട് കേൾക്ക് പ്രിയരെ. ഹല്ലേലൂയ. യേശു വന്നാൽ ഏത് ഭൂതഗ്രസ്തനും വിടുവിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആത്മാവിൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന ശുശ്രൂഷയുടെ ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എതിരായി ചലിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങളും ഇന്ന് രാത്രി കീഴടങ്ങണം. എല്ലാ ശാപസ്വാധീനങ്ങളും ഈ രാത്രി കീഴടങ്ങണം. കാരണം ദൈവരാജ്യം ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ചില മിനിറ്റുകളൊന്ന് സ്തുതിച്ച് ആരാധിച്ചോ.
നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഭവനാന്തരീക്ഷത്തിനകത്ത് യേശു രാജാവായി ഭരിക്കട്ടെ. യേശു രാജാവായി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ചേർന്നൊന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചോ. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തെ നിങ്ങളൊന്ന് അഡ്രസ് ചെയ്ത് പ്രാർത്ഥിച്ചോ. നീണ്ട കാലഘട്ടങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ചിലതിന് ഇന്ന് രാത്രി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്, ചിലതിന് വിരാമം കുറിച്ചിട്ട്, ഇന്ന് രാത്രി നിന്നെ അതിനകത്തുനിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമായി പറയും ദൈവരാജ്യം. ഈ രാത്രി നന്നായിട്ട് കേട്ടോ. ഒരു കൃപാപര പ്രാപ്തനും നിങ്ങളുടെ വീടിനകത്ത് വരേണ്ട, ഒരു പ്രവാചകനും വരേണ്ടതില്ല. ഈ രാത്രി ദൈവരാജ്യം നിങ്ങളുടെ അകത്തോട്ട് വെളിപ്പെട്ടാൽ മതി. യേശു രാജാവായി നിങ്ങളെ ശരിക്കുമൊന്ന് വാണാൽ മതി. ഈ രാത്രി നിങ്ങളത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കരുതുകയാണെങ്കിൽ സകലതും ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവിടെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിലും നിങ്ങളുടെ പ്രോബ്ലം ഉള്ള ഇടത്തെ മൈലുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രി ആ ദൈവരാജ്യത്തിന്റെ ശക്തി ചലിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചാട്ട് നീണ്ട കാലഘട്ടങ്ങളുടെ സ്ട്രഗിളുകളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. കാലഘട്ടങ്ങളുടെ ആ നൊമ്പരങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ പോകുകയാണ്. നിനക്കെതിരെ നിൽക്കുന്ന ആ സ്വാധീന ശക്തികളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. കാര്യം എന്തെന്നറിയാമോ? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ചലിച്ചു തുടങ്ങുകയാണ്. ദൈവരാജ്യത്തിന്റെ വ്യാപാരം, അതിന്റെ അധികാരം, അതിന്റെ സ്വാധീനം നിങ്ങളിൽ വെളിപ്പെട്ട് തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം ചലിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ തലമുറയിൽ കർത്താവ് രാജാവായി വാഴണം. നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് രാജാവായി വാഴണം. ആഭിചാരങ്ങളല്ല, മന്ത്രവാദങ്ങളല്ല, ആമേൻ, അങ്ങനെയുള്ള ജല പ്രശ്നങ്ങളല്ല. യേശു രാജാവായി വീടിനകത്ത് വാഴണം. അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ മറ്റൊന്നിനെ പേടിക്കേണ്ടെന്ന്, ഒരാഭിചാരത്തെ പേടിക്കേണ്ട, ഒരു മന്ത്രവാദങ്ങളെ പേടിക്കേണ്ടെന്ന്, ഒന്നിനെ പേടിക്കേണ്ട. കാരണം യേശു രാജാവാ, യേശു രാജാവാ. യേശു രാജാവായി, യേശു രാജാവായി. യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ് യേശു എന്ന നാമം. ഈ യേശു രാജാവായിട്ട് വെളിപ്പെട്ടാൽ, അവിടുത്തെ അധികാരം ചലിക്കാൻ തുടങ്ങിയാൽ വിടുതൽ ആമേൻ ഉണ്ടാകാത്ത ഇടം ഇല്ല പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ അക്ഷരിക അനുഭവം കൊണ്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. കാണാൻ പറ്റില്ല, പക്ഷേ അനുഭവിക്കാം, അനുഭവിക്കാം, അനുഭവിക്കാം. അതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ മറ്റോടത്ത് വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പുത്രന്മാർ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം ഭൂതങ്ങൾ ഉള്ളിടമല്ല ദൈവരാജ്യം. ഒരൊറ്റ കുട്ടിഭൂതത്തെ പോലും കാണാനില്ലാത്ത ഇടമാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഒരു വ്യക്തിയുടെ അകത്ത് വ്യാപരിച്ചാൽ ഇതിന് ഇരിക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ഇതിന് ഇരിക്കാൻ പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുന്നിടത്തെല്ലാം വിടുതലുണ്ടല്ലോ. യേശു ദൈവരാജ്യം പ്രസംഗിച്ചിടത്ത് രോഗസൗഖ്യം ഉണ്ടായില്ലേ? നാനവ്യാധികൾ സൗഖ്യമായില്ലേ? യേശു ദൈവരാജ്യം പ്രസംഗിച്ചിടത്ത് ഭൂതഗ്രസ്തന്മാർ വിടുവിക്കപ്പെട്ടില്ലേ പ്രിയരെ? കാരണം ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ഡെലിവറൻസ് ഉണ്ട്. ജീസസ്. ഇന്ന് രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 2024 ജാനുവരി മാസം 2-ാം തീയതി ഇവിടെ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ, ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഇടത്ത് ഡെലിവറൻസ് ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിന്റെ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച്. യോഹന്നാന്റെ പ്രസംഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം, വീണ്ടും ജനനം, സ്നാനം. ഒന്നുകൂടെ പറയാം. മാനസാന്തരം, വീണ്ടും ജനനം, സ്നാനം. അത് ആ 3 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. സ്നാനം പറഞ്ഞത്
അപ്പോസ്തലപ്രവൃത്തി 8 ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്ത്രീകളും കുട്ടികളുമായി സ്നാനം ഏറ്റു എന്ന വാക്യത്തിൽ നിന്ന്. അപ്പോൾ മാനസാന്തരം, വീണ്ടും ജനനം, സ്നാനം. ഹല്ലേലൂയ. ഇതാണ് സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിലേക്ക് ഒരുവനെ എത്തിക്കുന്നത്. അതിൻ്റെ ഡെലിവറൻസുകളാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, തെയോക്രാറ്റിക് കിങ്ഡം, ദൈവൻ രാജാവായി ഭരിക്കുന്ന അക്ഷരികമായ ഭരണ സംവിധാനം. 2, സോറ്റീരിയോളജിക്കൽ കിങ്ഡം, കാണാൻ വഴി കഴിയത്തില്ല, ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ല, വേഷത്തിൻ്റെയും ഭാഷയുടെയും മറ്റ് യാതൊരുവിധ അതിർവരമ്പുകളുമില്ല, എല്ലായിടത്തുമുള്ള എല്ലാവർക്കും കയറി വരാൻ കഴിയുന്ന, അർപ്പണങ്ങളിലൂടെ അല്ലാതെ, തർപ്പണങ്ങളിലൂടെ അല്ലാതെ, ദാനധർമ്മങ്ങളിലൂടെ അല്ലാതെ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനനത്തിലൂടെ അകത്തേക്ക് കയറാൻ കഴിയുന്ന, ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ലാത്ത, ആന്തരിക തലങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവിക ഭരണം. അതാണ് സോറ്റീരിയോളജിക്കൽ കിങ്ഡം. അതിൽ പ്രവേശിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആർക്കെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. നമ്മൾ ഈ ഓൾട്ടർ കോൾ ടൈമിൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക. രാജാവായി വരണേ, രാജാവായി വരണേ. ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ മൂന്നാമത്തെ കിങ്ഡത്തിലേക്ക് വരിക. അത് എസ്കറ്റോളജിക്കൽ കിങ്ഡം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സോറ്റീരിയോളജിക്കൽ കിങ്ഡം പോലെ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ലാത്ത ഇടമല്ല എസ്കറ്റോളജിക്കൽ കിങ്ഡം. ആമേൻ. പക്ഷേ അത് ഇവിടെ അല്ല എന്ന് മാത്രമാണ്. ഇവിടെ അല്ലത്. പാപമുള്ള, പാപത്തിൻ്റെ സ്വാധീനമുള്ള, പിശാചുള്ള, നാരകീയ സേനകളുള്ള, ദുഷ്ട മനുഷ്യരുള്ള, അധർമ്മം പെരുകുന്ന ഈ മണ്ണിലല്ല എസ്കറ്റോളജിക്കൽ കിങ്ഡം. ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുന്നത് പോലെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലെ പാദം ചവിട്ടി നിൽക്കാൻ കഴിയുന്ന ഒരിടമാണ് എസ്കറ്റോളജിക്കൽ കിങ്ഡം. എഫ് മൈനർ. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് പാടുമല്ലോ, രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യം ഒരുക്കിയിട്ട് വരികയാ. യോഹന്നാൻ 14:1-2-3 ഞാൻ ഈ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിൽ സ്ഥലമില്ല, പക്ഷേ എസ്കറ്റോളജിക്കൽ കിങ്ഡത്തിൽ സ്ഥലമുണ്ട്. എന്നാ പറഞ്ഞേ? ഞാൻ പോയി നിങ്ങൾക്ക് പറ ഞാൻ പോയി നിങ്ങൾക്ക് എവിടാ ഒരുക്കുന്നേ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. എവിടാണ് ആ സ്ഥലം? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ഒരാമേൻ പറ. എൻ്റെ പിതാവിൻ്റെ ഭവനം. ആ ഭവനം എവിടാന്ന് ഞാൻ പറയാം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന്. 1-ാം സ്വർഗം സ്കൈ ഹെവനാ, 2-ാം സ്വർഗം സ്റ്റാറി ഹെവനാ, 3-ാം സ്വർഗം അതിനും മേലെയുള്ള സ്കൈ ഹെവനും സ്റ്റാറി ഹെവനും മേലെയുള്ള ആമേൻ അത്യുന്നത സ്വർഗം. അതാണ് പിതാവിൻ്റെ ഭവനം. ഒരാമേൻ പറഞ്ഞു. അവിടെ സ്ഥലം ഒരുക്കുന്നേ. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ അല്ല, അവിടെ. അതാ പറഞ്ഞ് രാജ്യം ഒരുക്കിയിട്ട് വരാൻ പോവാ. ഇതിനെക്കുറിച്ച് അബ്രഹാം പറഞ്ഞ എന്നാന്നറിയോ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഉള്ളതുമായ ഒരു നഗരം. അങ്ങനല്ലേ എബ്രായർ 11 പറയുന്നേ? എല്ലാവരും കൂടെ പറഞ്ഞേ. എങ്ങനാ? പറ. ദൈവം അടിസ്ഥാനം ഇട്ടതെന്നല്ല, ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ പറ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും. അടുത്തത്, ആ ദൈവം ശില്പിയായി നിർമ്മിച്ച ആർക്കിടെക്ട് തൊടാത്ത, ഒരു എഞ്ചിനീയർ തൊടാത്ത, ഒരു കല്ലാശാരിയും തടി പണിയുന്ന ആശാരിയും തൊടാത്ത, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത, ഒരു പെയിന്റർ പെയിന്റ് ചെയ്യാത്ത, ഒരു ഇലക്ട്രീഷ്യൻ, ഒരു പ്ലംബർ വർക്ക് ചെയ്യാത്ത,
ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരം. അതാണ് എസ്കറ്റോളജിക്കൽ കിങ്ഡം. ദൈവസഭയുടെ കാത്തിരിപ്പ് മുഴുവൻ ഇതിനു വേണ്ടിയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ സംഭവിക്കുന്നത്? 2 തെസ്സലോനിക്ക ലേഖനം 2:1 ഞാനങ്ങ് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷനാകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് സമാഗമിക്കുക. ആ സമാഗമനം എപ്പിസുനഗോഗെ എന്ന ഗ്രീക്ക് പദമാണ്. എപ്പിസുനഗോഗെ, ഗാദറിങ് ടുഗദർ ഇൻ വൺ പ്ലേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സമാഗമിച്ച് യേശു അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സമാഗമിക്കുകയും ചെയ്തിട്ട് ഹല്ലേലൂയ മധ്യാകാശത്തിൽ വെച്ച് കർത്താവുമായി കൂട്ടിമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഒരാമയും പറഞ്ഞോട്ടെ. ഇന്ന് അവിടുന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് കേട്ടോ, നമ്മൾ പാടത്തില്ലേ, താതൻ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥൻ. അവിടുന്ന് ഇങ്ങോട്ട് വരും. എന്തിനാണെന്നറിയോ? ഇവിടുന്ന് നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. അത് 1 തെസ്സലോനിക്ക ലേഖനം 4:17 എഴുതി വെച്ചിട്ടുണ്ട്. എടുക്കപ്പെടുക, എടുക്കപ്പെടുക, എടുക്കപ്പെടുക. ഗ്രീക്കിൽ അതിന് ഹർപ്പാഡ്സോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഹർപ്പാഡ്സോ. ഇംഗ്ലീഷിൽ അതിനെ റാപ്ചർ എന്ന് വിളിക്കാം. റാപ്ചർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഹർപ്പാഡ്സോ, റാപ്ചർ, മലയാളത്തിൽ എടുക്കപ്പെടുക, സംസ്കൃതത്തിൽ ഉൽപ്രാപണം പ്രാപിക്കുക. ആ ഉൽപ്രാപണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എടുത്തുകൊണ്ടു പോകുക, തട്ടിപ്പറിക്കുക, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുക, സ്ഥലം മാറ്റുക എന്നൊക്കെയാണ്. സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിൽ പ്രവേശിക്കുകയും സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരുവനെ ഹല്ലേലൂയ ഇവിടെ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ എടുത്തുകൊണ്ട് പോകാൻ പോകുകയാണ്. എപ്പോഴാണെന്നറിയാമോ? എസ്കറ്റോളജിക്കൽ കിങ്ഡത്തിൻ്റെ സ്ഥാപനത്തിൽ. ഞാനതിനെ ഉദാഹരിക്കാം കേട്ടോ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന്. ഉദാഹരണമാണ്, ഒരു പരുന്ത് താഴേക്ക് വന്നിട്ടൊരു കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ സഭയെ ഈ മണ്ണിൽ നിന്ന് എടുക്കാൻ പോകുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ചെന്നാൽ എമിറേറ്റ്സിൻ്റെ 380 ഫ്ലൈറ്റ്, ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്, 850 യാത്രികരെ വഹിക്കാൻ കഴിയുന്ന, അതിൻ്റെ ജോലിക്കാരെ മുഴുവൻ വഹിക്കാൻ കഴിയുന്ന ആ ഫ്ലൈറ്റിൻ്റെ മുഴുവൻ വെയിറ്റും യാത്രികരുടെ മുഴുവൻ വെയിറ്റും, അങ്ങനെ ഭീമാകാരമായ ഈ ഫ്ലൈറ്റിനെ 3 കിലോമീറ്ററോളം വരുന്ന റൺവേയിൽ ഓടി ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ 37,000 40,000 അടി ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ലേ? ഇതൊരു സത്യമാണെങ്കിൽ ഇതുപോലെ ലോകത്തിൻ്റെ 5 വൻകരകളിലായി സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സകലമാന വിശുദ്ധന്മാരെയും കർത്താവ് മണ്ണിൽ നിന്ന് എടുക്കാൻ പോകുന്നു. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. എത്ര പേരുടെ അകത്ത് ആ ഒരു തിളക്കമുണ്ട്? അയ്യോ, ഇത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അച്ഛാ, ഇത് വേണമെങ്കിലേ ഇതിനകത്തോട്ട് കയറണം. ഏത്? സോറ്റീരിയോളജിക്കൽ കിങ്ഡത്തിലോട്ട് കയറണം. അത് വീണ്ടും ജനനത്താല അതിൽ തുടരണം കേട്ടോ. കയറുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് തുടരുന്നത്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ തുടരണം. തുടർന്നാൽ ഈ 3ാമത്തെ കിങ്ഡത്തിനകത്തോട്ട് എടുക്കപ്പെടാം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. അയ്യോ, ഇവിടുന്ന് പോകുന്ന പോക്കുണ്ട്. ഇവിടുന്ന് പോകുന്ന കടന്ന് താരവൃന്ദങ്ങളെ കടന്ന് സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ പോകും. രാമൻ പറഞ്ഞാട്ട്. അയ്യോ, ആരോടൊപ്പം അന്നറിയോ? നമുക്ക് മുൻപേ നിത്യതയിൽ പോയി മറഞ്ഞ സകല വിശുദ്ധന്മാരോടുമൊപ്പം. തെസ്സലോനിക്ക ലേഖനത്തിൽ അതാ വായിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും. എന്നിട്ട് പറയാ, അവരോട് ഒരുമിച്ച്. അപ്പം ഉയർക്കുന്നത് മുൻപേ, രൂപാന്തരം പിന്നെ, പക്ഷെ മുകളിലോട്ട് പോകുന്നത് ഒരുമിച്ചാണ്. അവരോടൊരുമിച്ച് സകലമാന വിശുദ്ധന്മാരുമായി ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു പോക്കുണ്ട്. രാമൻ പറഞ്ഞാട്ടെ.
അയ്യോ, പിന്നെ കർത്താവുമായി കൂടിച്ചേർന്നിട്ട് ആമേൻ ഈ സകലമാന വിശുദ്ധന്മാരുമായും നമ്മുടെ കർത്താവുമായും സൂര്യചന്ദ്രന്മാരെ കടന്ന് താരങ്ങളെ കടന്ന് ജീവവൃക്ഷമുള്ള ജീവജലത്തിൻ്റെ നദികളുള്ള ആമേൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളൊരു പുറപ്പാടുണ്ട്. ഇതാ എസ്കറ്റോളജിക്കൽ കിങ്ഡം. ഇന്ന് രാത്രി ഈ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ആമേൻ നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ പ്രിയരെ, ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കാം, അല്ല വിനയപുരസരം അഭ്യർത്ഥിക്കാം, ഈ രാജ്യം നഷ്ടപ്പെടരുത്, ഈ രാജ്യം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഈ രാജ്യത്തിന് അമ്മ 100% യോഗ്യനായി മണ്ണിൽ നിൽക്കാനുള്ള അഭിഷേകം എനിക്ക് വേണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചില മിനിറ്റുകൾ കണ്ണുകളടച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. രാധാ മഹദൽ